ഹലോ വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. വീക്കെൻഡ് ഷോപ്പിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രോസറി ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ബേക്കൺ, ബ്രക്കോളി, അങ്ങനെ ഒരു ലിസ്റ്റ്. ദെൻ ലഞ്ചിനും ഡിന്നറിനും സ്നാക്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നൊക്കെയുള്ള ഒരു ഷെഡ്യൂളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ഐറ്റംസ് ആണ് നമ്മൾ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാകുമ്പോൾ മിസ് ചെയ്യാതെ നമുക്ക് ഒരു 2 വീക്സിനുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ നിന്നാണ് ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക്ബെറീസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് യോഗട്ടിനകത്തൊക്കെ അങ്ങനെ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ബനാന എടുത്തിട്ടുണ്ടായിരുന്നു. അത് റോബസ്റ്റ് പഴമാണ് നമ്മുടെ നാട്ടിലെ. അപ്പോൾ അതിൻ്റെ യെല്ലോ കളറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഓറഞ്ച് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം ഓറഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. പീലേഴ്സ്, ഈസി പീലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പോൾ ദെൻ ആപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആപ്പിളിന് ശേഷം പിന്നെ അവോക്കാഡോ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് നമുക്ക് സാലഡ്സിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവോക്കാഡോ 2 എടുത്തിട്ടുണ്ട്. ദെൻ സ്ട്രോബെറി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു ഐറ്റം കൂടിയുണ്ട്. നമ്മളിനി ഗ്രേപ്സും കൂടി എടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. വെജിറ്റബിൾസിൽ ആദ്യം തന്നെ ബ്രക്കോളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എടുത്തിട്ടുള്ളത് നമുക്ക് തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ കുറച്ച് ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നേരെ നമുക്ക് ഇനി ലാസ്റ്റ് വേണ്ടുന്നത് നമുക്ക് ഇതാണ്, മഷ്റൂംസ് ആണ്. മഷ്റൂംസ് നമ്മൾ ബ്രൗൺ ആണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ബ്രൗൺ ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ വൈറ്റ് ആണ് എടുത്തിരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോൺ വെജിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കൊരു പോർക്കും കൂടെ വേണം. അതിനുശേഷം വേണ്ടുന്നത് ഇനി ഒരു ബേക്കൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രയാണ്. ദെൻ മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്ഷൻ്റെ ഭാഗത്ത് തന്നെ ടിഷ്യൂസ് ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് ടിഷ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി വേണ്ടതായിട്ടുള്ളത് യോഗേർട്ടാണ്. യോഗേർട്ട് നമുക്ക് മോരുകറിയൊക്കെ നമ്മൾ ഈ യോഗേർട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം യോഗേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇതും നമ്മൾ യോഗേർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് യോഗേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി കുറച്ച് ഒലിവ് ഓയിൽ വേണമായിരുന്നു. അങ്ങനെ ഒലിവ് ഓയിലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ദെൻ സ്നാക്സിനകത്ത് നമ്മൾ അധികം ഒന്നും വാങ്ങിയില്ല. ടോട്ടിലെ ചിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു പെപ്സി മാക്സിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ലേസ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ സ്നാക്സിനകത്തോട്ട്. ദെൻ ഫ്രൈസും കൂടി ഉണ്ട്. ഗ്രോസറി ലിസ്റ്റിൽ നമ്മൾ കൊടുത്തിരുന്ന മിക്കവാറുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാൽമൺ ഒക്കെ ഉള്ളൂ നമ്മൾ ഒഴിവാക്കിയത്. കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയി. ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് വാങ്ങാം എന്നുള്ളൊരു സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഷെഡ്യൂളിൽ നമ്മൾ ചെയ്യുന്ന കാരണം കുറച്ച് ബെറ്റർ ആണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പർച്ചേസിനേക്കാളും ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് വാങ്ങാനും പറ്റും. എന്തെങ്കിലും എക്സ്ട്രാ വരുന്നത് നമുക്ക് അറിയാനും പറ്റും. സോ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുള്ളി പർച്ചേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.